പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം: നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ചോദിക്കുന്നവരെ ഹല്ലേലൂയ മാനിക്കുന്ന ദൈവമത്രേ. തന്നോട് ചോദിക്കുന്ന ഏവർക്കും ഹല്ലേലൂയ ധാരാളമായി കൊടുപ്പാൻ അവൻ വിശ്വസ്തനാ. ഇന്ന് പകൽക്കാലവും അവൻ്റെ അടുക്കൽ വരുന്ന ഒരുത്തനെ പോലും അവൻ വൃഥാവിൽ വിട്ടിട്ടില്ല. ഈ ഒരു വാക്യം വായിക്കുമ്പോൾ ഇതിനകത്തോട് 3 ചിന്തകൾ പരിശുദ്ധാത്മാവ് തരുന്നു. 1, നമ്മുടെ കുറവിനെ നാം മനസ്സിലാക്കുക. 2, ദൈവത്തിൻ്റെ ഹല്ലേലൂയ നിറവിനെക്കുറിച്ച്, കഴിവുകളെക്കുറിച്ച് ബോധവാന്മാരാകുക. 3, അവൻ്റെ മുമ്പാകെ ചോദിക്കുക. ഈ 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിലൂടെ പറയുന്നു. 1, നമ്മുടെ കുറവുകൾ. പ്രിയരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ കുറവുകൾ എവിടെയാണ് നമുക്കൊരു ഹല്ലേലൂയ ഫില്ലിങ് വേണ്ടത്, ഒരു നിറവ് വേണ്ടതെന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങളിൽ ജ്ഞാനം കുറവാ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടുന്നത് ചിന്തിക്കാൻ, വേണ്ടുന്നത് പ്രവർത്തിക്കാനുള്ള ജ്ഞാനം ഇല്ല. നിങ്ങൾക്കറിയാം, ശലോമോൻ രാജാവ് താൻ രാജാവായി തീർന്നപ്പോൾ ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥനയും അതാ: കർത്താവേ, നീ ഏൽപ്പിച്ച ഈ പൊസിഷൻ, നീ ഏൽപ്പിച്ച ഈ കസേരയിലിരുന്നു കൊണ്ട് നിൻ്റെ ജനത്തെ ന്യായപാലനം ചെയ്യാനുള്ള കഴിവ്, അതിനുള്ള ബുദ്ധിയും ശക്തിയും എനിക്കില്ല, അതിനുള്ള ജ്ഞാനം എനിക്കില്ല. കർത്താവേ, അതിനുള്ള ജ്ഞാനം എനിക്ക് തരണമേ എന്ന ഹല്ലേലൂയ ശലോമോൻ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും നമ്മുടെ പ്രാർത്ഥന എന്താണോ? നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി ദൈവമുമ്പാകെ ആ വിഷയങ്ങളെ നമ്മുടെ അധരം കൊണ്ടൊന്ന് പറയുമ്പോൾ നിശ്ചയമായി കർത്താവ് ഇടപെടും. മോറിയ മലയിലേക്ക് കടന്നുപോയ ഹല്ലേലൂയ അബ്രഹാമിനോട് ഇസഹാക്ക് ചോദിച്ചു, അപ്പാ, ഒരു കുറവ് നമുക്കുണ്ട്, ഹല്ലേലൂയ തീയുണ്ട്, വിറകുണ്ട്, എന്നാൽ യാഗമൃഗത്തെ കാണുന്നില്ല. ഹല്ലേലൂയ. പ്രിയരെ, കുറവ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ കുറവ് എവിടെയാണോ, നമ്മുടെ നഷ്ടം എവിടെയാണോ, നമ്മുടെ വീഴ്ച എവിടെയാണോ ഒന്ന് ഏറ്റു പറയാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് അതിന് മറുപടി തരാൻ വിശ്വസ്തനത്രേ. നിങ്ങൾക്ക് ജ്ഞാനം കുറവെങ്കിൽ നിങ്ങൾ കർത്താവിനോട് ചോദിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥനാ വിഷയം ദൈവമുമ്പാകെ വെക്കണം. കർത്താവേ, എനിക്ക് ഇന്നിന്ന കാര്യങ്ങളിൽ കുറവുണ്ട്, എൻ്റെ വാക്കിൽ ഞാൻ വീണുപോയിട്ടുണ്ട്, എൻ്റെ പ്രവൃത്തിയിൽ വീണുപോയിട്ടുണ്ട്, എൻ്റെ കൊടുക്കൽ വാങ്ങലിൽ എനിക്ക് കുറവുകളുണ്ട്. ഒന്ന് പറയാൻ പറ്റുമോ? ഇതാ ജീവിതത്തിൻ്റെ 1-ാമത്തെ സ്റ്റെപ്പ്. 2, ഹല്ലേലൂയ അപ്പോസ്തലനായ യാക്കോബ് പറയുന്നു, നമ്മുടെ ദൈവം ആരെന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. അവിടെ പറയുന്നു, ഫൽസിക്കാതെ കൊടുക്കുന്ന ദൈവം, എല്ലാവർക്കും കൊടുക്കുന്ന ദൈവം, ഹല്ലേലൂയ ഔദാര്യമായി കൊടുക്കുന്ന ദൈവം. ദൈവം എങ്ങനെയാണ് കൊടുക്കുന്നത്? ഒന്ന് ഫൽസിക്കാതെ. എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളോട് ചൂടായി, നിങ്ങളെ ദേഷ്യപ്പെട്ട്, നിങ്ങളെ ഹല്ലേലൂയ നിങ്ങളുടെ മേൽ അങ്ങനെയുള്ളൊരു ശകാരവാക്യം പറഞ്ഞ് നിങ്ങളെ ഓടിച്ചു കളയുന്ന ദൈവമല്ല. ശാന്തമായി കേട്ട് നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടാൻ അവൻ മതിയായ ദൈവമത്രേ. ഈ ലോകത്തിലെ പല മനുഷ്യരുടെ അടുക്കലും ചില വിഷയങ്ങളുമായി ചെല്ലുമ്പോൾ മനുഷ്യർ ഒന്ന് ചോദിക്കുമ്പോൾ 10 കാര്യങ്ങൾ തിരിച്ചു പറഞ്ഞ് ഒരുപക്ഷെ ആ വന്ന ആളെ ഓടിച്ചു വിടാറുണ്ട്. എന്നാൽ കർത്താവിനെക്കുറിച്ച് പറയുന്നു, അവൻ ഫൽസിക്കത്തില്ല. 2, എല്ലാവർക്കും. അതിൻ്റെ അർത്ഥം ഒരു വ്യത്യാസവുമില്ല. യഹൂദനെന്നോ യവനനെന്നോ ഒരു വ്യത്യാസവുമില്ല. ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഒരു വ്യത്യാസവുമില്ല. ഏത് മനുഷ്യനും അടുത്തു വരാൻ പറ്റും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, തൽസമയത്ത് കൃപ ലഭിപ്പാൻ ഹല്ലേലൂയ എല്ലാവർക്കും ധൈര്യത്തോടെ കടന്നു വരാം. ആ കൃപാസനം തുറന്നെടുക്കുക. ഹല്ലേലൂയ. തൽസമയത്ത് സഹായത്തിന് വേണ്ടി കൃപ ലഭിപ്പാൻ നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഹല്ലേലൂയ ഒരു കസേരയാ കർത്താവിൻ്റെ സിംഹാസനം. ഹല്ലേലൂയ. ആ സിംഹാസനത്തിൽ ഹല്ലേലൂയ ഒരുവനെ പോലും അവൻ തള്ളിക്കളയത്തില്ല. ഏത് മനുഷ്യനും ഹല്ലേലൂയ അടുത്ത് ചെല്ലാം. എല്ലാവരെയും ഹല്ലേലൂയ കരുതുന്ന ദൈവം. 3-ാമത് ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ഔദാര്യമായി കൊടുക്കും. ഹല്ലേലൂയ. അളവ് കൂടാതെ കൊടുക്കും. ഹല്ലേലൂയ. അവൻ ധാരാളമായി കൊടുക്കും. ഇന്ന് പകൽക്കാലം നമ്മുടെ ആവശ്യങ്ങളെക്കാട്ടിലും അധികമായി ഹല്ലേലൂയ നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, തൻ്റെ അടുക്കൽ വരുന്നവനെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. അതാ ദൈവത്തിൻ്റെ പ്രത്യേകത. വീണ്ടും തിരുവചനത്തിൽ എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി അവൻ തരും. ഫിലിപ്പിയർ 4:19, എൻ്റെ ദൈവമോ നിൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തയേശുവിൽ പൂർണ്ണമായി
തീർത്തു തരും. പ്രിയരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം ഔദാര്യമായി കൊടുക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ആരെന്ന് നാം തിരിച്ചറിയണം. അവൻ്റെ പക്കൽ ധാരാളമുണ്ട് ഔദാര്യമായി കൊടുക്കാൻ. ഹല്ലേലൂയ, ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ, എല്ലാവർക്കും കൊടുക്കാൻ. ഹല്ലേലൂയ, അവൻ്റെ പക്കൽ ധാരാളമുണ്ട്. അവൻ്റെ പക്കൽ ഒന്നിനും കുറവില്ല. തന്നോട് ചോദിക്കുന്ന ഏവർക്കും നൽകുവാൻ അവൻ സമ്പന്നനായ ദൈവമാണ്. ഒന്ന്, നിൻ്റെ കുറവ് മനസ്സിലാക്കുക. രണ്ട്, കർത്താവിനെക്കുറിച്ച് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, അവനോട് നിങ്ങൾ ചോദിക്കണം. പ്രിയരെ, ചോദിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന് പറഞ്ഞ കർത്താവ് അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ. അവൻ പറഞ്ഞത് അതുപോലെ ചെയ്യും. ചോദിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞെങ്കിൽ നിശ്ചയമായി ചോദിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ഒരു അപ്പനല്ല നമ്മുടെ അപ്പൻ. നിങ്ങൾ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി നല്ലത് കരുതുന്ന നല്ല സ്വർഗീയ പിതാവ് അത്രേ. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നമ്മുടെ കുറവിനെ മനസ്സിലാക്കി യേശു കർത്താവിനോട് ചോദിക്കുക. അപ്പാ, ഞങ്ങൾക്ക് ഇന്നിന്ന ആവശ്യങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം ഒരു പ്രാർത്ഥനയുടെ പകലായി മാറ്റിയാട്ട് ഈ വചനപ്രകാരം നിങ്ങളൊന്ന് ചോദിച്ചാട്ട് കർത്താവിൻ്റെ നിറവിനെ മനസ്സിലാക്കി അവന് സകലവും കഴിയും എന്ന് മനസ്സിലാക്കി അവൻ വലിയവനായ ദൈവമെന്ന് മനസ്സിലാക്കി ഫൽസിക്കാതെ തരുന്ന, എല്ലാവർക്കും തരുന്ന, ഔദാര്യമായി തരുന്ന നല്ല അപ്പനെന്ന് തിരിച്ചറിഞ്ഞ്, നല്ല പിതാവെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ചോദിക്കാം. അവൻ നമ്മെ വെറും കൈയായി മടക്കി വിടത്തില്ല. നമ്മുടെ വിഷയങ്ങളിൽ അവൻ ഇടപെടും. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.